ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഓരോരുത്തരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്ര പുസ്തകങ്ങളുടെ ഭാഗമായ എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ പഠനം ആണ് നാം നടത്തിക്കൊണ്ടിരുന്നത്. എസ്തേർ എന്ന പുസ്തകത്തിലൂടെ ഒരു തീർത്ഥയാത്ര, ഒരു പ്രയാണം നമ്മൾ നടത്തുകയായിരുന്നു. ഇന്ന് ഈ ക്ലാസ്സോടുകൂടെ എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ പഠനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എസ്തേർ എന്ന പുസ്തകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂരിം എന്ന തിരുനാൾ ആഘോഷിക്കുന്നതിന് നിദാനമായ ചരിത്ര സംഭവങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് ഇത്. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ജനത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം സവിശേഷമായി എന്നാൽ അദൃശ്യനായി ഇടപെട്ടതിൻ്റെ നേർസാക്ഷ്യം നമുക്ക് ഈ ഗ്രന്ഥം തരുന്നുണ്ട്. തീർച്ചയായും ഈ ഗ്രന്ഥത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് ഒരുക്കുന്ന വ്യക്തികളുണ്ട്. മൊർദെഖായി എന്ന യഹൂദൻ അത്തരത്തിൽ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരിയും യഹൂദ വംശജയുമായിരുന്ന വളർത്തുപുത്രിയുമായിരുന്ന എസ്തേർ, ഹദാസെ എന്നായിരുന്നു അവളുടെ പേര്. എസ്തേർ, അവളും ദൈവം തിരഞ്ഞെടുത്ത് ഒരുക്കിയ ഒരു വ്യക്തിത്വമാണ്. ചരിത്രത്തിൽ അദൃശ്യനായി നിന്ന ദൈവം തനിക്ക് വേണ്ടി ചരിത്രത്തിൽ സവിശേഷമായി ഇടപെടാൻ ഒരുക്കിയ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു മൊർദെഖായും എസ്തേർ. പിന്നീട് നമ്മൾ ഈ പുസ്തകത്തിൽ ഹാമാൻ എന്ന ഈ പുസ്തകത്തിലെ പ്രതിനായകനെ കണ്ടെത്തുന്നുണ്ട്. ഹാമാന് ഉള്ളിൽ നിറയെ യഹൂദരോട് വിരോധമായിരുന്നു, പകയായിരുന്നു. പല കാരണങ്ങളുണ്ടതിന്. ഒന്ന്, യഹൂദനായ മൊർദെഖായി എന്ന വ്യക്തിയോടുള്ള കടുത്ത പകയും വിദ്വേഷവും. രണ്ട്, അഗാഗ് വംശജനും ഹമ്മേധാദായുടെ മകനുമായ ഹാമാൻ അമലേക്യരുടെ കുടുംബത്തിൽപ്പെട്ടയാളായതുകൊണ്ട് വളരെ കാലത്തെ ചരിത്രത്തിൻ്റെ, നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൻ്റെ പകയുമായിട്ട് കൂടിയാണ് യഹൂദരെ വംശനാശം നടത്താൻ ആഗ്രഹിച്ചത്. ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തുന്ന അഹസ്വേരൂസ് എന്ന സെക്സസ് എന്ന പേർഷ്യൻ രാജാവ്, അദ്ദേഹം ഒരു രാജാവ് എന്ന നിലയിൽ, ഒരു ചക്രവർത്തി എന്ന നിലയിൽ മഹാനും ഭരണ നൈപുണ്യമുള്ള വ്യക്തിയുമായിരുന്നു എങ്കിൽ തന്നെയും തന്നോട് ഇടപെടുന്ന വ്യക്തികളെ വിലയിരുത്തുന്നതിൽ അദ്ദേഹം പരാജയമായിരുന്നു എന്ന് ഈ പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാമാൻ എന്ന വ്യക്തിയുടെ ഇംഗിതം, ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കാനോ അതിനനുസരിച്ചുള്ള നടപടിയെടുക്കാനോ യഥാസമയം രാജാവിന് കഴിയാതെ പോയത്. ഈ പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൊർദെഖായി എന്ന യഹൂദ വംശജൻ്റെ മഹത്വവും
അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവുമാണ് നമ്മൾ കാണുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗത്ത് മൊർദെഖായിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. 10-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ മൊർദെഖായിയുടെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. നമുക്ക് ആ വചനഭാഗമൊന്ന് വായിച്ച് മനസ്സിലാക്കി പോകാം. 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ഈ സമയം സാധിക്കുമെങ്കിൽ നിങ്ങൾ കൂടി എന്നോടൊപ്പം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അങ്ങനെ വചനം കുറച്ചുകൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പതിയട്ടെ. എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അഹസ്വേരൂസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കരം ചുമത്തി. അവൻ്റെ വീരപ്രവൃത്തികളും മൊർദെഖായിക്ക് നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മേദിയായിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യഹൂദനായ മൊർദെഖായി അഹസ്വേരൂസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തൻ്റെ വിപുലമായ സഹോദര ഗണത്തിന് സുസമ്മതനും ആയിരുന്നു. എന്തെന്നാൽ അവൻ സ്വജനത്തിൻ്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്ന പോലെ പേർഷ്യൻ രാജാവിൻ്റെ മഹത്വം, അയാളുടെ സാമ്രാജ്യത്തിൻ്റെ മഹത്വം എന്നിവ വർണ്ണിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗവും നമ്മൾ കാണുന്നത്. മൊർദെഖായി എന്ന യഹൂദൻ ഒരു വിജാതീയ സാമ്രാജ്യമായ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നേടിയ വലിയ സ്ഥാനം ഈ അധ്യായം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, യഹൂദനായ മൊർദെഖായി അഹസ്വേരൂസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തൻ്റെ വിപുലമായ സഹോദരഗണത്തിന് സുസമ്മതനുമായിരുന്നു. എന്തെന്നാൽ അവൻ സ്വജനത്തിൻ്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജപദവിയോട് ചേർന്ന തൊട്ടടുത്ത സ്ഥാനം സ്വന്തമാക്കിയ ഒരു യഹൂദൻ്റെ കഥ. മൊർദെഖായിക്ക് മുൻപ് ഈ സ്ഥാനമുണ്ടായിരുന്നത് അവരുടെ ശത്രുവായിരുന്ന ഹാമാനായിരുന്നു. പക്ഷെ ഹാമാൻ തൻ്റെ ദുഷ്ടതകൾ കൊണ്ട്, പ്രതികാര ബുദ്ധി കൊണ്ട് തൻ്റെ കൈപ്പിടിയിലുണ്ടായിരുന്ന ആ വലിയ നന്മകളും പദവികളുമൊക്കെ നഷ്ടമാക്കുകയായിരുന്നു. എന്നാൽ മൊർദെഖായി തൻ്റെ സുഹൃതം കൊണ്ട് ദൈവാനുഗ്രഹത്താൽ വലിയ പദവികൾ സ്വന്തമാക്കി. രാജസന്നിധിയിൽ അയാൾ ഉന്നതനായി, അല്ലെങ്കിൽ ദൈവം അയാളെ ഉയർത്തി. സ്വന്തം ജനത്തിനും മൊർദെഖായി വളരെ വളരെ സ്വീകാര്യനായിരുന്നു. കാരണം സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി മൊർദെഖായി പ്രവർത്തിച്ചു. ഈ മൊർദെഖായി നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാണ്. പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, ജനത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്കേവർക്കും മാതൃകയായിട്ടുള്ള മഹത്തായ ഒരു വ്യക്തിത്വമാണ് മൊർദെഖായിയുടേത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അടുത്തതായി മൊർദെഖായിക്കുണ്ടായ ഒരു സ്വപ്നത്തെക്കുറിച്ചും അതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചുമാണ് നമ്മൾ കാണുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെയുള്ള വചനഭാഗമാണ്. നമുക്കതൊന്ന് വായിക്കാം. മൊർദെഖായി പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്.
ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു. അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല. നദിയായി മാറിയ കൊച്ചരുവി, പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും, ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ എസ്തേർ. 2 ഭീകര സത്വങ്ങൾ ഹാമാനും ഞാനും ആണ്. ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ്. എൻ്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ്. കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു. ഈ ലക്ഷ്യത്തിന് വേണ്ടി ദൈവം തൻ്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി 2 നറുക്ക് ഉണ്ടാക്കി. നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു. കർത്താവ് തൻ്റെ ജനത്തെ സ്മരിക്കുകയും തൻ്റെ അവകാശത്തിന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. ആകയാൽ അവൻ ആദാർ മാസം 14 15 ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറ തലമുറയായി തൻ്റെ ജനമായ ഇസ്രായേലിൽ എന്നേക്കും ഇത് ആചരിക്കണം. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന്, ഒരു സ്വപ്നവും സ്വപ്നവ്യാഖ്യാനവും. 2, വീണ്ടും പൂരിം തിരുനാളിനെക്കുറിച്ചുള്ള പരാമർശവുമാണ്. ഇതിൽ ആദ്യത്തെ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. മൊർദെഖായി പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്. ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്. ഇസ്രായേലിൻ്റെ ദൈവം ചരിത്ര നിയന്താവാണ്. ദൈവമാണ് ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും നിയന്ത്രിച്ചത് എന്ന് മൊർദെഖായി ഏറ്റുപറയുകയാണ്. ഞാനല്ല, എൻ്റെ കഴിവുകളല്ല, എസ്തേർ രാജ്ഞിയുടെ സ്വാധീനമല്ല, ദൈവമാണ് ജനത്തെ രക്ഷിച്ചത്. ദൈവമായ കർത്താവാണ് ചരിത്രത്തിൽ ഇടപെട്ടത് എന്ന് വിജയിച്ച് നിൽക്കുന്ന വേളയിൽ, ഉന്നത സ്ഥാനീയനായി നിൽക്കുന്ന വേളയിൽ, മഹത്വത്തിൻ്റെ പ്രഭയിൽ എളിമയോടെ താഴ്മയോടെ വിശ്വാസത്തോടെ ഏറ്റുപറയുന്ന മൊർദെഖായിയെ നമ്മൾ കാണുകയാണ്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും നിയന്താവ്. ദുഷ്ടനായ ഹാമാൻ്റെ അന്ത്യം കുറിച്ചത് ദൈവമാണ്. രാജാവിൻ്റെ മനസ്സ് മാറ്റിയത് ദൈവമാണ്. എസ്തേർ രാജ്ഞിയെ ശക്തയാക്കിയത് ദൈവമാണ്. മൊർദെഖായിയെ കഴുമരത്തിൽ നിന്നും രക്ഷിച്ചത് ദൈവമാണ്. മൊർദെഖായിയെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയത് ദൈവമാണ്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും പിറകിൽ. ദൈവം സ്വന്തം ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ചരിത്രത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് മൊർദെഖായി നടത്തുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഇന്നലകളിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ ഇന്നലകളിൽ സ്വാഭാവികമായി കടന്നുപോയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്ത കാര്യങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കും മൊർദെഖായിയെ പോലെ പറയാൻ സാധിക്കും, ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്, ദൈവമാണ് പ്രവർത്തിച്ചത്. അത് നമുക്ക് തരുന്ന വിശ്വാസത്തിൻ്റെ ആഴവും പ്രതീക്ഷയും എത്ര വലുതാണ്. എല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്, എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. രണ്ടാമതായി മൊർദെഖായി പറയുന്നു,
എനിക്കുണ്ടായ ഒരു സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു. മൊർദെഖായി തൻ്റെ ഒരു സ്വപ്നം ഓർത്തെടുക്കുകയാണ്. താൻ കണ്ട ഒരു സ്വപ്നമാണ് ഈ കാലത്തെ ചരിത്രത്തിൽ നടന്നത്, പരിപൂർണമായും നടന്നത് എന്ന് അയാൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ദൈവമനുഷ്യരുടെ സ്വപ്നങ്ങൾ ദൈവം നിറവേറ്റും എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ടല്ലോ. നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഉദാഹരണമാണ് പൂർവ്വ യൗസേപ്പിൻ്റെ. ഉൽപ്പത്തി പുസ്തകത്തിൽ യൗസേപ്പിനുണ്ടാകുന്ന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വളർത്തുപിതാവായ യൗസേപ്പിൻ്റെ സ്വപ്നങ്ങളും. ഇവർ രണ്ടുപേരും നീതിമാന്മാരായിരുന്നു. അവരോടൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു മൊർദെഖായി. നീതിമാന്മാരുടെ സ്വപ്നങ്ങളെ ദൈവം സാക്ഷാത്കരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പൂർവ്വ യൗസേപ്പും പുതിയ നിയമത്തിലെ യൗസേപ്പും മൊർദെഖായും ഒക്കെ. അവർക്കുണ്ടാകുന്ന സ്വപ്നങ്ങളെ ദൈവം സാക്ഷാത്കരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ പോലും ദൈവികമാണ് എന്ന് മനസ്സിലാക്കാം. മൊർദെഖായിയുടെ സ്വപ്നത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും നമുക്ക് ഇവിടെ ഈ 10-ാം അധ്യായത്തിൽ ലഭ്യമല്ല, ഇവിടെ ഇല്ല. കാരണം സ്വപ്നത്തിൻ്റെ വിശദാംശങ്ങൾ 11-ാം അധ്യായമായിട്ട് ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നൽകിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പഠനം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ തുടങ്ങിയത് 11-ാം അധ്യായത്തിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അധ്യായങ്ങളുടെ ഒരു വ്യത്യസ്തമായ വിന്യാസം ഉള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ 11-ാം അധ്യായമായിട്ട് ഒരു സ്വപ്നം നൽകുന്നുണ്ട്. നമുക്ക് ആ സ്വപ്നമൊന്ന് വായിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനങ്ങളാണ്. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. 2 ഭീകര സത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ട് വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടത്തിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെക്കുറിച്ച് അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. പ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചുയർന്നു, എളിയവർ ഉയർത്തപ്പെട്ടു, ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ഇതായിരുന്നു മൊർദെഖായിക്കുണ്ടായ സ്വപ്നം. ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് ഈ 10-ാം അധ്യായത്തിൽ കാണാം. ഈ സ്വപ്നത്തിലെ ഏറ്റവും അവസാന ഭാഗത്ത് ജനം കരയുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ച് കരഞ്ഞു. അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. ജനത്തിൻ്റെ കണ്ണീരിൽ നിന്നാണ് ഒരു നദി ഉത്ഭവിച്ചത്. ഇനി ആ നദി ആരാണ്? ആ നദി എസ്തേർ രാജ്ഞിയാണ് എന്ന് മൊർദെഖായി പറയുന്നു. അവരുടെ ജനതയുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ വളരെ എളിയ അവസ്ഥയിൽ നിന്ന്, എളിമയുടെ താഴ്മയുടെ അവസ്ഥയിൽ നിന്ന് എന്ന പോലെ വളർന്ന് ജലമുള്ള മഹാനദിയായി വളർന്ന എസ്തേർ ബാല്യത്തിൽ തന്നെ അനാഥയാക്കപ്പെട്ടവൾ,
മൊർദെഖായിയുടെ കാരുണ്യത്തിൽ വളർത്തുപുത്രിയായി വളർന്നു വന്നവൾ. അവളുടെ തുടക്കം വളരെ എളിമയുടേതായിരുന്നു, കഷ്ടതയുടേതായിരുന്നു. പക്ഷേ ദൈവം, ജനത്തിൻ്റെ കണ്ണീര് കണ്ട ദൈവം അവളെ ഒരു മഹാനദിയായി ഉയർത്തി. അവൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞി പദത്തിലേക്ക് ഉയർത്തപ്പെട്ടു. പ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചുയർന്നു, എളിയവർ ഉയർത്തപ്പെട്ടു, ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ നദിയായി മാറിയ കൊച്ചരുവി, പ്രകാശവും സൂര്യനും സമൃദ്ധമായ ജലവും, ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ എസ്തേർ എന്ന് പറയുന്നു. അടുത്തതായി 2 ഭീകര സത്വങ്ങളെക്കുറിച്ചാണ്. സ്വപ്നത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: 2 ഭീകര സത്വങ്ങൾ പൊരുതാനൊരുങ്ങി മുന്നോട്ട് വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. അപ്പോൾ ആരാണ് ഈ 2 ഭീകര സത്വങ്ങൾ? മൊർദെഖായി പറയുന്നു, ആ 2 ഭീകര സത്വങ്ങൾ ഹാമാനും മൊർദെഖായി എന്ന ഞാനുമാണ് എന്ന്. മൊർദെഖായി നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും ഹാമാൻ ദുഷ്ടതയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും 2 ഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവരാണ്. ഏതായാലും ഇവരുടെ ആ യുദ്ധത്തിന് ഒടുവിൽ നന്മ വിജയിക്കുന്നത് നമുക്ക് കാണാം. കാരണം എന്താ? ഈ സമയം ജനം, എൻ്റെ ജനമാകട്ടെ, ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഇസ്രായേലാണ്. അപ്പോൾ സ്വപ്നവ്യാഖ്യാനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഈ കാലയളവിൽ നടന്ന ചരിത്രം എല്ലാം സ്വപ്നത്തിൻ്റെ ഒരു പൂർത്തീകരണം കൂടിയായിരുന്നു. ഇതിൻ്റെ അടുത്തൊരു കാര്യം ഇവിടെ പറയുന്നത് ദൈവം 2 നറുക്ക് ഉണ്ടാക്കിയതിനെക്കുറിച്ചാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു. അടുത്ത് ശ്രദ്ധിക്കുക. ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തൻ്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി 2 നറുക്ക് ഉണ്ടാക്കി. നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു. ദൈവം 2 നറുക്ക് ഉണ്ടാക്കുന്നു. പൂരിം ഉത്സവവുമായി ഈ നറുക്ക് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. നറുക്ക് ആത്യന്തികമായി ശത്രുക്കളുടെ നാശത്തിനും ദൈവജനത്തിൻ്റെ നന്മയ്ക്കും നിദാനമായി എന്നറിയാം. പൂര് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നറുക്ക് എന്നാണ്. നറുക്ക് മനുഷ്യൻ്റെ നിയോഗത്തെ മാത്രമല്ല, ദൈവത്തിൻ്റെ ഇടപെടലിനെയും കുറിക്കുന്നു. ദൈവം ഇടപെടുന്ന നിമിഷം ഉന്മൂലനാശത്തിൻ്റെ നറുക്ക് അനുഗ്രഹത്തിൻ്റെ നറുക്കായി രൂപാന്തരപ്പെടുന്നു. അതിനാൽ പൂരിം ഉത്സവം ഒരിക്കലും മനുഷ്യപ്രയത്നത്തിൻ്റെ വിജയാഹ്ലാദമാകരുത്. ഇത് ദൈവിക ഇടപെടലിൻ്റെ അനുസ്മരണവും ആഘോഷവുമാണ്. നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. 11-ാം അധ്യായം. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ടോളമിയുടെയും ക്ലയോപാട്രയുടെയും വാഴ്ചയുടെ 4-ാം വർഷം പുരോഹിതനും ലേവ്യനുമാണെന്ന് അവകാശപ്പെടുന്ന ദോസിത്തേവൂസും മകൻ ടോളമിയും പൂരിമിനെക്കുറിച്ചുള്ള മുകളിൽ കൊടുത്ത കത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. ഈ കത്ത് അകൃത്രിമമാണെന്നും ജെറുസലേം നിവാസിയും ടോളമിയുടെ മകനുമായ ലിസിമാക്കോസ് വിവർത്തനം ചെയ്തതാണെന്നും അവർ പറഞ്ഞു. അതായത് എസ്തേർ എന്ന ഈ പുസ്തകത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് നമ്മളിവിടെ കാണുന്നത്. ഗ്രന്ഥത്തിൻ്റെ കാലഗണനയെയും ഉത്ഭവത്തെയും ഒക്കെ കുറിക്കുന്ന ഒരു രേഖ എന്ന നിലയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം, മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഗ്രീക്ക് വിവർത്തനത്തിൻ്റെ കയ്യെഴുത്ത് പ്രതിയുമായി അതിൻ്റെ ആധികാരികതയുമായി സ്ഥാപിക്കാൻ കൂടി എഴുതപ്പെട്ടതായിട്ട് ആണ് ഈ രേഖ, ഈ ഒരു പ്രസ്താവന എന്ന് മനസ്സിലാക്കാം. പൂരിം ഉത്സവത്തെക്കുറിച്ച് പറയുന്ന ഒരു കത്ത് ടോളമിയുടെയും ക്ലയോപാട്രയുടെയും വാഴ്ചയുടെ 4-ാം വർഷം
ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഈ ടോളമി ആരാണെന്ന് ചരിത്രപരമായ വ്യക്തതയില്ല. കാരണം ക്ലെയോപാട്ര എന്ന ഭാര്യ ഉണ്ടായിരുന്ന ഒന്നിലധികം ടോളമിമാരുണ്ടായിരുന്നു. ടോളമി 8-ാമനും ടോളമി 12-ാമനും ടോളമി 14-ാമനൊക്കെ ക്ലെയോപാട്ര എന്ന ഭാര്യ ഉണ്ടായിരുന്നു. ടോളമി എന്നതൊരു രാജകീയ ടൈറ്റിൽ ആയിരുന്നു. അതുകൊണ്ട് ഏതായാലും ഒരു ഗ്രീക്ക് ഭാഷ ഈ പുസ്തകത്തിനുണ്ടായിരുന്നു, ഗ്രീക്ക് ഭാഷയിലെ ഒരു വിവർത്തനം ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു വചനമായി നമുക്ക് അതിനെ മനസ്സിലാക്കാം. ചുരുക്കത്തിൽ എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ പഠനം നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. ഈ പുസ്തകത്തിലൂടെ ദൈവം ഇന്ന് എന്നോട് എന്താണ് പറയുന്നത്? ദൈവിക പദ്ധതിയോട് സഹകരിക്കുക. ചരിത്രത്തിൽ ദൈവം ഇടപെടുന്ന നിമിഷങ്ങളെ തിരിച്ചറിയുക, നന്ദിയോടെ ആയിരിക്കുക. ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.